വയനാട്ടിലുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തന്നെ തുടരുകയാണ്. ഇതിനു മുൻപ് നമ്മുടെ നാട് അനുഭവിച്ചിട്ടില്ലാത്തത്രയും വേദനാജനകമായ കാഴ്ചകളാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉള്ളത്. ഈ രണ്ട് പ്രദേശങ്ങളും ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു. ഇതുവരെ 144 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ 79 പുരുഷന്മാരും 64 സ്ത്രീകളും. 191 പേരെ കാണാനില്ലെന്നാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം സംഗതികൾ പൊതുവെ വിലയിരുത്തുകയുണ്ടായി. ഈ ദുരന്തത്തിൽ മന്ത്രിസഭാ യോഗം അനുശോചനവും രേഖപ്പെടുത്തി. ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. മാറാൻ തയ്യാറാവാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ 1592 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതമായതും അതിവിപുലവുമായ ദൗത്യത്തിൻ്റെ നേട്ടം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ദുരന്തമുണ്ടായതിൻ്റെ സമീപസ്ഥലങ്ങളിലുള്ള 68 കുടുംബങ്ങളിലെ 206 പേരെയായിരുന്നു 3 ക്യാമ്പുകളിലാക്കി മാറ്റിയത്. ഇതിൽ 75 പുരുഷന്മാർ, 88 സ്ത്രീകൾ, 43 കുട്ടികൾ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവർ, വീടുകളിൽ കുടുങ്ങിപ്പോയവർ, ഇങ്ങനെയുള്ള 1386 പേരെ 1386 പേര് തുറന്നുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഫലമായി രക്ഷിക്കാനായി. ഇതിൽ 528 പുരുഷന്മാർ, 559 സ്ത്രീകൾ, 299 കുട്ടികൾ 7 ക്യാമ്പുകളിലേക്കായാണ് മാറ്റിയത്. 201 പേരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാനുമായി. ഇതിൽ 90 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. വയനാട് ജില്ലയിലാകെ നിലവിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 817 ആളുകളാണുള്ളത്. അതിൽ 19 പേര് ഗർഭിണികളാണ്. മേപ്പാടിയിൽ 8 ക്യാമ്പുകളുണ്ട്. മൊത്തം 421 കുടുംബങ്ങളിലായി 1486 പേർ 1486 പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. പുഴയിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെത്തുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളെപ്പറ്റി ഇന്നലെ പറഞ്ഞതാണ്. ആ സജ്ജീകരണങ്ങൾ പ്രവർത്തനനിരതമായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ സന്നാഹ സംഘം നിലവിൽ 1167 പേർ ഉൾപ്പെടുന്നതാണ്. അവരെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. അതിൽ 10 സ്റ്റേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സമീപ ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള 645 അഗ്നിസേനാ അംഗങ്ങൾ, 94 NDRF അംഗങ്ങൾ,
167 DSC അംഗങ്ങൾ, MEGയിൽ നിന്നുള്ള 153 പേര്, ഇവരെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് അംഗങ്ങളും ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഉപകരണങ്ങളും എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക. താൽക്കാലിക കയർപ്പാലം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ താൽക്കാലിക കയർപ്പാലത്തിലൂടെ റെസ്ക്യൂ ടീമിനെ എത്തിക്കുക. ഇതിനെല്ലാം പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. റോഡ് തടസ്സം ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് നീങ്ങുന്നത്. അതേപോലെ തന്നെ അട്ടമലയും ചൂരൽമലയും നല്ല നിലക്കുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്.